ഇത് റിയലി ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ബ്രോ, ഇതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എന്താണ് അസറ്റ്, എന്താണ് ലൈബിലിറ്റി? സോ ബ്രോ, അതാണ് നമ്മൾ ആദ്യം തന്നെ ആനിമെ ഗെയിം കളിക്കുന്ന, ബാഗി പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്ന, കഞ്ചാവ് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒന്നുമല്ല കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് പുവർ ക്ലാസ്സിലുള്ളവർ കണ്ടിന്യൂസ്ലി അതേ ലൈഫ്, അവരുടെ ലൈഫിലെ അടുത്ത തലമുറ എല്ലാവരും അതേ മൈൻഡ് സെറ്റിലും അതേ ട്രാപ്പിലും കണ്ടിന്യൂസ്ലി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് മനസ്സിലാക്കാത്തത്. ഞാനിങ്ങനെ ബാങ്കിൻ്റെ ഡോറ് തുറന്ന് ഞാൻ അകത്തോട്ട് കയറി. ആ കയറിയ സമയത്തെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. എൻ്റെ കൂടെ അമ്മയുണ്ട്. പക്ഷേ ഞാൻ അപ്പം മനസ്സിലാക്കാത്തൊരു കാര്യമായിരുന്നു, ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. ഞങ്ങൾ രണ്ടും അങ്ങനെ നടന്ന് ഒരിടത്ത് പോയിരുന്നു. അവരെന്തൊക്കെയോ പേപ്പർ അമ്മയോട് ചോദിച്ചു. അമ്മ ഇങ്ങനെ എന്തൊക്കെയോ പേപ്പർ കൊടുത്തു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു ഷീറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഒന്ന് ഒപ്പിടാൻ. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തുവാണെന്നറിയാമോ ബ്രോ? ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കുമോ. ഞങ്ങളൊരു കാർ മേടിക്കാൻ പോവാം, ലോൺ എടുത്തിട്ട് ഒരു കാർ മേടിക്കാൻ പോവാം. എൻ്റെ കൂട്ടുകാരെല്ലാം ആ കാർ കാണും, വീട്ടുകാർ, നാട്ടുകാരെല്ലാവരും ആ കാർ കാണും. ഞങ്ങളിനി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാറിലായിരിക്കും പോകുന്നത്. ഇങ്ങനെ കുറേ ഡ്രീംസ് ഞാൻ മേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു ബ്രോ, എന്തൊരു മണ്ടത്തരമാണ് ഞാനപ്പോൾ ചെയ്തതെന്ന്. എൻ്റെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് ആ സമയത്ത് ഞാൻ ചെയ്തത്. എനിക്കപ്പോൾ അറിയത്തില്ലായിരുന്നു എന്താണ് ഞാൻ ഈ ചെയ്യുന്ന തെറ്റെന്ന്. അമ്മയ്ക്കും അറിയത്തില്ല, അച്ഛനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പം കാറ് കിട്ടി. നല്ല രസമുള്ള കാർ, അടിപൊളിയായിട്ടുള്ള കാർ. ഞങ്ങളിങ്ങനെ ഓടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഹീറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയത്. ഞങ്ങൾ ചെയ്തതിൻ്റെ മണ്ടത്തരം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതാദ്യം ഞങ്ങളുടെ വീട്ടിൽ മനസ്സിലായത് എനിക്കാണ്. കാരണം അതിന് മുമ്പൊക്കെ അമ്മ എനിക്ക് ഓരോ ശമ്പളം കിട്ടുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ മേടിച്ചു തരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പം തൊട്ട് അമ്മയ്ക്ക് കിട്ടുന്ന പൈസ അമ്മയുടെ കയ്യിൽ നിൽക്കുന്നില്ല. എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തോട്ടും പൈസ പോകുന്നു, ബാങ്കിലേക്ക് അടവടവായിട്ട് പോകുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഡാർക്ക് റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയത്. ആ കാർ എടുത്തത് കാരണം എത്രയോ വർഷം, ഈവൻ 10 വർഷമോ 6 വർഷമോ മാസം മാസം ഇത്ര തുക വെച്ചിട്ട് അടയ്ക്കണം. ആ പൈസ മൊത്തം പൊയ്ക്കൊണ്ടിരുന്നത് അമ്മയ്ക്ക് കിട്ടുന്ന സാലറിക്കകത്തുനിന്നാണ്. എനിക്ക് പണ്ടത്തിൻ്റെ കൂട്ട് ഒരു കാര്യം അമ്മ മേടിച്ചു തരാതായപ്പോഴാണ് ഇതിൻ്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ മിഡിൽ ക്ലാസ്സിലുള്ളവരൊന്നും ഇതിൻ്റെ സത്യം എന്താണ്, എങ്ങനെയാണ് ഈ മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നമ്മൾ പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം, നമുക്കൊരിക്കലും ഒരു പിയോൺ പെസൻ റാറ്റ് ലൈഫല്ല വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് പുവർ മൈൻഡ് സെറ്റ്, എന്താണ് മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ എന്താണ് റിച്ച് മൈൻഡ് സെറ്റ്. ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ റിയലി മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇവർ തിങ്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ മിഡിൽ ക്ലാസ്സിലും ഈ പൂർ ക്ലാസ്സിലും ഉള്ളവർ അവിടെ തന്നെ, എവിടാണോ അവർ തുടങ്ങിയത് അവിടെ തന്നെ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി നിന്നു പോകുന്നത്? FOMO, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും. ഏത് കാര്യമാണ് ഇവർ റിയലി മിസ് ഔട്ട് ചെയ്യുന്നത്? എന്താണ് പൂർ മൈൻഡ് സെറ്റ്? ഇവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള സ്മോൾ എമൗണ്ട് ഓഫ് സാലറി ഉണ്ടാകും. ഈ സാലറിയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവർക്ക് ഇതിനകത്ത് കുറേ എക്സ്പെൻസസ് ഉണ്ടാകും. എന്തൊക്കെ എക്സ്പെൻസസ്? ടാക്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ഫുഡിന് ഒരു പൈസ പോകും, അതുപോലെ തന്നെ ചിലപ്പം വീടില്ലാത്തവരായിരിക്കും, റെൻറ്റിന് അവർക്ക് പൈസ പോകും, അതുപോലെ തന്നെ ക്ലോത്തിന് കുറേ പൈസ പോകും, അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ, പിള്ളേരുടെ എഡ്യൂക്കേഷൻ, ചിലപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ, ഇങ്ങനെ പോകും. സോ ഇതാണ് ബേസിക്കലി ഒരു പുവർ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ സാലറി പോകുന്ന വഴിയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനകത്ത് റിയലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുവർ ക്ലാസ്സിനകത്ത് സത്യത്തിൽ വരുന്നൊരു കാര്യം എന്തെന്ന് അറിയാം, ഇവർക്ക് കിട്ടുന്ന ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മണി ഉള്ളൂ, അത് മൊത്തം വാഷ് ഔട്ട് ആയിപ്പോകും എന്ന് പറഞ്ഞതിലൂട്ട് ഇത്രയും കാര്യങ്ങൾക്ക്, ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, പക്ഷേ എന്നാലും ഇത്രയും കാര്യങ്ങൾക്ക് പോകും. ഇതിനകത്ത് നമ്മൾ റിയലി മെയിൻലി നോക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് ഇവരുടെ അസറ്റ്, എന്തൊക്കെയാണ് അസറ്റ്സ് ഇവർക്കുള്ളത്, അതുപോലെ തന്നെ എന്താണ്, ഏതൊക്കെ ലൈബിലിറ്റിയാണ് ഇവർക്കുള്ളത്. ഇവരെ സംബന്ധിച്ചോളം ഇവർ ഭാഗ്യവാന്മാരാണ്. ഇവർക്ക് രണ്ടും ഇല്ല, മെയിൻലി ഇല്ല. അവർക്കൊരു അസറ്റും ഇല്ല പറയാൻ വേണ്ടി, അതുപോലെ തന്നെ അവർക്കൊരു ലൈബിലിറ്റി ഇല്ല. ജസ്റ്റ് അവരുടെ പൈസ എന്ന് വെച്ചാൽ വരും, അതുപോലെ തന്നെ പോവും, വരും, അതുപോലെ തന്നെ പോവും, വരും, അതുപോലെ തന്നെ പോവും. ദിസ് ഈസ് പുവർ ക്ലാസ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് മിഡിൽ ക്ലാസ്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, മോസ്റ്റ് ഓഫ് ദ 98% ഓഫ് ആൾക്കാരും ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ആണ്. ഓക്കെ, എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് നമുക്ക് പറയാം, റൈറ്റ്? ഇന്ത്യയിലെ കാര്യം എനിക്ക് അറിയത്തില്ല, ബട്ട് കേരളത്തിൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഇവരുടെ മൈൻഡ് സെറ്റ്? ഇവർക്ക് വരുന്ന സെയിം ഇവരെ കൂട്ട് തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഇവരുടെ സാലറി ഔട്ട്കം എങ്ങനെയാണ് വരുന്നത്. ഗവൺമെന്റ് ജോബ് ഉള്ളവരായിരിക്കാം, ഇതിനകത്ത് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കാം,
ഓക്കെ, ഈ ഒരു ടൈപ്പിൽ ആൾക്കാരാണ് നമ്മൾ മിഡിൽ ക്ലാസ് കാറ്റഗറി എന്ന് പറയുന്നത്. പൂർ ക്ലാസ്സിനേക്കാളും കുറച്ചും കൂടി ഒരു ശമ്പളം ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന റിയലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ, ഞാനും ഈ ക്ലാസ്സിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, അവർക്ക് ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ക്ലോത്തിങ്ങിന് അവരുടെ പൈസവും, പിന്നെ ഫുഡിന് അവർക്ക് എക്സ്പെൻസ് ഉണ്ട്, ചിലപ്പോൾ അവരുടെ വീടിന് മെയിൻ്റനൻസിന് അവരുടെ പൈസവും, അതുപോലെ തന്നെ ഫണ്ട് അതിന് വേണ്ടി കുറേ പൈസ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ലോൺസ് ഇവർക്കുണ്ട്. ഇവരുടെ ഈ മിഡിൽ ക്ലാസ് ആണ് ബ്രോ റിയലി ഏറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത്. നമ്മൾ ട്രാപ്പായിരിക്കും എന്ന് പറയുന്നത് ഇവരാണ്. കാരണം എന്തുവാന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇവരുടെ നമ്മൾ അസറ്റും ഇവരുടെ ലൈബിലിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർക്ക് റിയലി അസറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. റിയലി അങ്ങനെ അവർക്ക് അസറ്റ് ഇല്ല. ഇവർക്കൊരു കാർ ലോൺ ഉണ്ട്. കാർ എന്ന് പറഞ്ഞ അസറ്റ് എന്ന് എല്ലാവരും പറയുന്നത്. ബട്ട് അത് നമ്മൾ വാങ്ങിയ നിമിഷം തൊട്ട്, നമ്മൾ വാങ്ങി റോഡിൽ ഇറക്കുന്ന നിമിഷം തൊട്ട് അതിൻ്റെ പൈസ വില എന്ന് പറഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇയർ അങ്ങോട്ട് പോകുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. റൈറ്റ്. സോ അതിന് നമുക്ക് പ്യൂർലി ഒരു അസറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ലോൺ എടുത്തിട്ടാണ് നിങ്ങൾ കാർ വാങ്ങുന്നത്, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, എന്തൊരു കാര്യം നിങ്ങൾ അപ്പോൾ ചെയ്യുന്നെങ്കിലും അത് റിയലി എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റിയാണ്. ഓക്കെ, എനിക്കറിയാം ഇപ്പം നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ട്, ബ്രോ ഇതൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്താ അസറ്റ് എന്താ ലൈബിലിറ്റി എന്ന്. വെയിറ്റ് പറഞ്ഞുതരാം. സോ ഇവരുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ റിയലി ഒന്നുമില്ല. ഇവർക്ക് ലൈബിലിറ്റി ഉണ്ട്. ഇവരുടെ കാർ ലോൺ ഇവർക്കൊരു ലൈബിലിറ്റി ആണ്, ഇവരുടെ എഡ്യൂക്കേഷൻ ലോൺ ഇവർക്കൊരു ലൈബിലിറ്റി ആണ്, അതുപോലെ തന്നെ ഇവർക്ക് മോർഗേജസ് എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടായിരിക്കാം, ലോൺ ബാക്കിയുള്ള വേറെ ഏതെങ്കിലും ലോൺ അടയ്ക്കാൻ ഉണ്ടായിരിക്കാം, ക്രെഡിറ്റ് കാർഡ് ഇവർക്ക് ഉണ്ടായിരിക്കാം. മനസ്സിലായോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലൈബിലിറ്റിയാണ്. ഇനി ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഇവരുടെ സംഭവം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു ബോക്സ് എടുക്കുകയാണെങ്കിൽ ഇവർക്കും എക്സ്പെൻസ് ഉണ്ട്, ഇവർക്കും ടാക്സ് ഉണ്ട്, ഇവർക്കും അവരുടെ എഡ്യൂക്കേഷൻ സംഭവങ്ങൾ അടയ്ക്കാറുണ്ട്, ഇവർക്കും അവരുടെ ക്ലോത്തിങ്ങിന് പൈസയുണ്ട്, ഇവർക്കും അവരുടെ കാറിന് പൈസയുണ്ട്, ഇവർക്കും ഇവിടെ റെന്റൽ പ്രോപ്പർട്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. റൈറ്റ്. പക്ഷേ ഈ റിച്ച് ക്ലാസിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു സംഭവം വരച്ചായിരുന്നു സാലറി എന്ന് പറഞ്ഞത്, അത് ഇവർക്കില്ല. ഇവരുടെ പൈസ വരുന്നത് സാലറി എന്നല്ല. ഈ മിഡിൽ ക്ലാസ്സിലുള്ളവർക്കും പൂർ ക്ലാസ്സിലുള്ളവർക്കും അറിയാത്തൊരു കാര്യം, അവര് ജോലി ചെയ്തിട്ടാ അല്ലെങ്കിൽ അവർ ഇത് ചെയ്തിട്ടാ പൈസ ഉണ്ടാക്കുന്നോ. ഇവരുടെ പൈസ വരുന്നത് ഇവരുടെ അസറ്റ്സിൽ നിന്നാണ്. ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, റിച്ച് ക്ലാസ് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ അസറ്റിനകത്താണ്. എന്തൊക്കെയാണ് അവരുടെ അസറ്റ്സ്? അവർക്കൊരു ബിസിനസ് ഉണ്ടായിരിക്കാം, അത് അവരുടെ അസറ്റാണ്. അവർക്കൊരു റെന്റൽ ഇൻകം ഉണ്ടായിരിക്കാം, എന്ന് വെച്ചാൽ എവിടുന്നെങ്കിലും വാടകയ്ക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ റെന്റൽ ഇൻകം എന്ന് പറയുന്നത്, അതുണ്ടായിരിക്കാം. അവർക്ക് ബോൺസ് ഉണ്ടായിരിക്കാം, അവർക്ക് ട്രേഡ് മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അവർക്ക് ബിറ്റ് കോയിൻ ഉണ്ടായിരിക്കാം. റൈറ്റ്. ഇതിനെയും എല്ലാമാണ് നമ്മൾ അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഇവരുടെ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്കും ലൈബിലിറ്റി ഉണ്ട്, ഇവർക്ക് കുറേ ലൈബിലിറ്റി ഉണ്ട്. ഞാൻ നിങ്ങൾ പറയുന്ന കറക്റ്റായിട്ട് ഇവിടെ മനസ്സിലാക്കണം. പക്ഷേ ഇവരുടെ അസറ്റ് എന്ന് പറയുന്നത് അത്രമാത്രം ഉയരത്തിലാണ്. ഈ മിഡിൽ ക്ലാസിന്റെയും ഈ പൂർ ക്ലാസിന്റെയും അസറ്റ് കൂട്ടി വെച്ചാൽ പോലും ഇവരുടെ അസറ്റിന്റെ അടുത്ത് അയലോക്കത്ത് എത്താൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ഇത്രമാത്രം അസറ്റ് ഉണ്ടായതുകൊണ്ട് അവർക്ക് ഏത് ടൈപ്പിലുള്ള ലൈബിലിറ്റിയും അഫോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പൈസയുള്ളവർ അവർ കാണുന്നിടത്തെല്ലാം ഏറ്റവും കൂടുതൽ ബില്യൺസും മില്യൺസും കൊടുത്ത് അവർ ലാൻഡ് മേടിച്ചിടുന്നതും ലക്ഷറി ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് മേടിക്കുന്നതും എല്ലാം ഇതാണ് കാരണം. അവരുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ കുന്നുകൂടി കിടക്കുകയാണ്. ഇവർക്ക് ഈ കിട്ടുന്ന പൈസ അത്രമാത്രം ഇവർ ചിലവാക്കിയാൽ മാത്രമേ ഈ ഒരു ഡിഫറൻസ് ചേഞ്ച് ആകത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അസറ്റ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉണ്ട്, പക്ഷെ ലൈബിലിറ്റി അതിന്റെ പകുതി പോലും വരുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം പൈസ സ്പെൻഡ് ചെയ്യുന്നത്. ബ്രോ മനസ്സിലാക്കും. റിയലി ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ ബ്രോ ഇതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എന്താണ് അസറ്റ്, എന്താണ് ലൈബിലിറ്റി? സോ ബ്രോ അതാണ് നമ്മൾ ആദ്യം തന്നെ ബേസിക് സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് അസറ്റ്സ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലൈബിലിറ്റി. എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് എന്തൊക്കെ ഇപ്പോൾ അസറ്റ് ഉണ്ട്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ തിങ് യു നീഡ് ടു ലേൺ. വേറെ ഒന്നുമല്ല ബ്രോ. ആനിമേ ഗെയിം കളിക്കുന്ന, ബാഗി പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്ന, കഞ്ചാവ് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒന്നുമല്ല കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മൈൻഡ് സെറ്റ്, ഒരു ഈഗിൾ മൈൻഡ് സെറ്റിലോട്ടാണോ നിങ്ങൾക്ക് പോകേണ്ടത്, അതോ ഒരു റാറ്റ് മൈൻഡ് സെറ്റിലോട്ടാണോ നമുക്ക് പോകേണ്ടത്? നമുക്കറിയാം നമ്മുടെ എയിം എന്താണ്. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ റിച്ച് പീപ്പിളിനെ മത്തുപിടിപ്പിക്കുന്ന, അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ. അവർക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അസറ്റ്. ഇതാണ് ബ്രോ, ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവാത്ത, ഈ അസറ്റ് എന്താണെന്ന് ലൈബിലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് എങ്ങനെയാണ് റിച്ച് പീപ്പിൾ അവർ കണ്ടിന്യൂസ്ലി അവരുടെ ലൈഫ് ഫുള്ളും റിച്ച് ആയിട്ട് തുടരുന്നത്. എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിലുള്ളവർ അവരുടെ ട്രാപ്പിൽ അതേ ലൈഫ് തന്നെ കണ്ടിന്യൂസ്ലി പോകുന്നത്? എന്തുകൊണ്ടാണ് പുവർ ക്ലാസ്സിലുള്ളവർ കണ്ടിന്യൂസ്ലി അതേ ലൈഫ്, അവരുടെ ലൈഫിലെ അടുത്ത തലമുറ എല്ലാവരും അതേ മൈൻഡ് സെറ്റിലും അതേ ട്രാപ്പിലും കണ്ടിന്യൂസ്ലി പോകുന്നത് എന്തുകൊണ്ടാണ്?
ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി തരുന്നത്, വാക്ക് ശ്രദ്ധിക്കണം, ക്യാഷ് ഫ്ലോ. ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നത്, ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്ന എന്തൊരു കാര്യത്തിനെയും നമുക്ക് അസറ്റ് എന്ന് പറയാം. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യമാണോ ക്യാഷ് ഔട്ട് ആക്കുന്നത്, എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷിനെ കളയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഏതൊരു കാര്യമാണോ ഉണ്ടാക്കി തരുന്നത് അതിനെ അസറ്റ് എന്നും, നിങ്ങൾക്ക് ഏതൊരു കാര്യമാണ് ഇവിടെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്, നിങ്ങളൊരു ഫോൺ മേടിക്കുന്നത്, നിങ്ങൾ ഫുഡ് മേടിക്കുന്നത്, നിങ്ങൾ ഡ്രസ്സ് എടുക്കുന്നത്, നിങ്ങൾ ലോൺ എടുത്ത് വീട് വെക്കുന്നത്, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന കാര്യത്തിനെയാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കയ്യിലേക്ക് പൈസ വരുന്നതിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം. ഇപ്പം റെന്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റെന്റൽ ഇൻകം. എന്താണ് റെന്റൽ ഇൻകം? ഈ ഹോസ്റ്റൽ റെന്റിനാണ്, റൈറ്റ്? അപ്പൊ ഇതിന്റെ മുതലാളിക്ക് നമ്മൾ എല്ലാ മാസവും വെച്ച് പൈസ കൊടുക്കും, അയാൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, റൈറ്റ്? അതിനാണ് റെന്റൽ ഇൻകം എന്ന് പറഞ്ഞത്. ഇതൊരെന്താണ്? ഇതൊരു അസറ്റ് ആണ്. ഇതാണ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കുറേ അസറ്റ്, കുറേ കണക്കിന് അസറ്റാണ് റിച്ച് പീപ്പിളിനുള്ളത്. എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നേരത്തെ പറഞ്ഞതിനോട്ട് അവർക്ക് ബിറ്റ് കോയിൻ ഉണ്ടായിരിക്കാം, അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കാം, അവർക്ക് ഒരു റെന്റൽ ഇൻകം ഉണ്ടായിരിക്കാം, അവർക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരിക്കാം. മനസ്സിലായി? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്കുണ്ട്. അതാണ് ബ്രോ അവരുടെ ഇൻകം. അവരൊരു ജോലി ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, അവരുടെ സാലറിയുടെ കാര്യം ഒന്നും ആവശ്യമില്ല. അവരുടെ അസറ്റ്സ് വർക്ക് ചെയ്യും, അവരെ പൈസക്കാരൻ പിന്നെയും പിന്നെയും ആക്കിക്കൊണ്ടേയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റ്, ഈ ഒരു പോയിന്റ് ആണ് ബ്രോ ഈ മിഡിൽ ക്ലാസ്സിലുള്ളവന്മാരും ഈ പൂർ ക്ലാസ്സിലുള്ളവരും മനസ്സിലാക്കാത്തത്. എന്താണ് അസറ്റ്, എന്താണ് ലൈബിലിറ്റി? ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ആദ്യം നിങ്ങളെ പ്രോമിസ് ചെയ്തതിൻ്റെ തൊട്ട് എന്താണ് ഇവരുടെ മൈൻഡ് സെറ്റ്, ഈ പൂർ ക്ലാസ്സിൻ്റെ അതുപോലെ തന്നെ ഈ മിഡിൽ ക്ലാസ്സിൻ്റെയും മൈൻഡ് സെറ്റ് എന്താണ്, എന്തുകൊണ്ടാണ് അവർ കണ്ടിന്യൂസ്ലി ഈ സ്റ്റേജിൽ തന്നെ നിൽക്കുന്നത്, എന്താണ് റിച്ച് ക്ലാസിൻ്റെ മൈൻഡ് സെറ്റ്, എന്തുകൊണ്ടാണ് പൈസ ഉള്ളവർ മക്കൾ പിന്നെയും പിന്നെയും പൈസക്കാരാകുന്നത്, റൈറ്റ്? ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇത് റിയലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പേരൻസിന് പറ്റിയ മിസ്റ്റേക്ക് നമുക്കൊരിക്കലും പറ്റരുത്. ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ഈ പ്രധാനപ്പെട്ട 2 മൈൻഡ് സെറ്റും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവർ, മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് ഉള്ളവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക, അവർക്ക് ആൾക്കാരെ കാണിക്കണം, അവർക്ക് എല്ലാം ഉണ്ട്, പക്ഷെ അവരുടെ ഉള്ളിൽ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. അവരുടെ എല്ലാ ഇൻകവും അവരുടെ ലോണിനും അതിനും ഇതെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ലോൺ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ സത്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അതാണ് റിയാലിറ്റി. ഇതവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പുവർ മൈൻഡ് സെറ്റ് ഉള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മണ്ടത്തരമാണ്. പിൻ പോയിന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഗോ ടു സ്കൂൾ എന്നായിരിക്കും നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്നത്, അല്ലേ? റൈറ്റ്. അതുപോലെ തന്നെ റീഡ് അക്കാഡമിക് ബുക്ക്. അക്കാഡമിക് മാത്രം ബുക്കേ നമ്മൾ റീഡ് ചെയ്യത്തുള്ളൂ. വേറൊരു ബുക്ക് നമ്മളോട് ആരും പറഞ്ഞു തരത്തില്ല, നമ്മൾ റീഡ് ചെയ്യത്തില്ല. നമുക്ക് ഗെയിം കളിക്കാനൊക്കെ സമയം വേണ്ട. ഓക്കെ, ഗെറ്റ് എ ജോബ് യു ഡോണ്ട് ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു ജോബ് പോയി നിങ്ങൾ മേടിക്കും. 20,000 രൂപ 30,000 രൂപ മതി, അതൊക്കെ മതി. അത് കഴിഞ്ഞിട്ട് ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ കൊണ്ട് ആൾക്കാരെ കാണിപ്പിക്കാൻ വേണ്ടി, വെറുതെ പറയല്ല, ആൾക്കാരെ കാണിപ്പിക്കാൻ വേണ്ടി ലോൺ എടുപ്പിക്കും. കാർ ലോൺ, വീട് ലോൺ, മാരേജ് ലോൺ, റൈറ്റ്? കുറേ ലോൺ ഉണ്ടല്ലോ, അത് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും. എന്നിട്ട് നിങ്ങൾ ചാവുന്നിടം വരെ നിങ്ങൾ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ 60-70 വയസ്സിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാം. ഇതാണ് ബ്രോ, ഈ ഒരു മൈൻഡ് സെറ്റാണ്. ഇതാണ് പുവർ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ. റിച്ച് ക്ലാസ് മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാം? ഗോ ടു സ്കൂൾ ഇഫ് യു വാണ്ട്. വേണമെങ്കിൽ സ്കൂളിൽ പോയാൽ മതി, ഒരു കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ്, റീഡ് ഫിനാൻഷ്യൽ ബുക്ക്. അതുപോലെ തന്നെ ഡു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർ ആരെങ്കിലും നിങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓടാ നീ ഫിനാൻഷ്യൽ ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ നീ സെൽഫ് ഇംപ്രൂവ്മെന്റിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നീ കാണണം, അല്ലെങ്കിൽ നീ മെഡിറ്റേഷൻ ചെയ്യണം, നീ ജിമ്മിൽ പോകണം, നിന്റെ മൈൻഡ് സെറ്റ് നല്ല ക്ലിയർ ആക്കി വെക്കണം, ഡീപ് സെക്ഷൻ ചെയ്യണം? അവരൊരിക്കലും നമ്മളോട് സംസാരിക്കില്ലേ എന്താണ്? പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജസ്റ്റ് ഫോൺ എടുത്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ, എത്ര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബ്യൂട്ടി എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? അവർക്കറിയാം മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. അവർക്കറിയാം ഒരു ഈഗിൾ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടതെന്ന്. ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അത് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും സെൽഫ് ഇംപ്രൂവ്മെന്റ് കൊണ്ട് മാത്രമേ നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാർട്ട് എ സ്മാൾ ബിസിനസ്. നിങ്ങൾ റിസ്ക് എടുക്കണം, റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഇവർ കംഫർട്ട് സോണിലാണ്, മനസ്സിലായല്ലേ? ഈ മിഡിൽ ക്ലാസ്സിലുള്ളവർ ഫുൾ കംഫർട്ട് സോണിലാണ്. അവർക്ക് ഇത് മിഡിൽ ക്ലാസ്സിലുള്ളവർ പേടിക്കുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം എന്താ പറയുക? ഓ, ഇപ്പോൾ എനിക്ക് 30,000 രൂപയുണ്ട്, ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും റിസ്ക് എടുത്ത് ചെയ്താൽ അതും കൂടെ പോകും, പിന്നെ 10,000 രൂപയാവും, എനിക്ക് പിന്നെ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല, അവിടെ എനിക്ക് പൈസ കൊടുക്കാണ്ട്. ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. പേടിച്ചൊരു റാറ്റിൻ്റെ കൂട്ടാണ് അവർ ജീവിക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ്, ട്രാവൽ ദ വേൾഡ്, ഗെറ്റ് കണക്ഷൻസ്, ഡു എ നെറ്റ്വർക്ക് ഇവൻറ്റ്സ്. ഇവർക്ക് നെറ്റ്വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പൈസക്കാരായിട്ടുള്ളവർക്കൊന്നും നെറ്റ്വർക്ക് ഇല്ല, അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാണ്? നോ, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവരെല്ലാവരും മാക്സിമം 40-45 ഏജിൽ റിട്ടയർ ചെയ്തിരിക്കും. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാൻ സമയമില്ല. നമുക്ക് എന്തോ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ, വല്ല ആനിമെ വന്നത് കണ്ടുകൊണ്ടിരിക്കണം, ബാഗി പാൻറ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കണം, റൈറ്റ്? ക്യൂടെക്സ് ഇങ്ങനെ അടിക്കണം കയ്യിൽ പെമ്പിള്ളാരോട്ട്. കമോൺ ബ്രോ, കമോൺ. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് യു നീഡ് ടു നോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എം നോട്ട് പ്ലേയിങ് എനി ഗെയിം. സോ ബ്രോ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു ആക്ഷനബിൾ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾക്ക് എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ലൈബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അസറ്റായിട്ട് എടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യുക. അത് നിങ്ങളൊരു ബുക്ക് എടുത്തോ പേപ്പർ എടുത്തിട്ട് എഴുതി വെക്കുക. അതാണ് ബ്രോ ആക്ഷനബിൾ സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഐ ബിലീവ് ഇൻ യു, ഐ ഹാവ് ദ കോൺഫിഡൻസ് ഇൻ യു. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം, കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ 500 ലൈക്കാണ് എയിം ചെയ്തത്. അതിൽ കൂടുതൽ ആയി. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഞാനൊരു എയിം ചെയ്യുന്നത് 600 ലൈക്കാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റിയലി, അല്ലെങ്കിൽ വേണ്ട കേട്ടോ, റിയലി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ do it. You will never walk alone because we are the said group. This is not the end. This is the beginning. Love you, brother. Ma.